हरे कृष्णा सर्वम कृष्णा अर्पणमस्तु प्रभात की जय गुरु महाराज की जय राधा പവനപുരേഷൻ की जय എല്ലാവരും വരും ഇതൊരു സ്പെഷ്യൽ ലൈവാണ് ഞാനൊരാളെ ഒരു വർഷമായിട്ട് ഒരാളുടെ പിന്നാലെയായിരുന്നു അല്ലേ ഒരു വർഷമായിട്ട് ഇങ്ങനെ പെൻഡിങ് വെച്ച ഒരാളായിരുന്നു ഇപ്പോൾ സമയം എത്തിയെന്ന് തോന്നുന്നു എല്ലാവരും ലൈവിൽ വരട്ടെ ഞാനൊരാളെ കാണിക്കാം നമുക്ക് മഞ്ജരീസിലൂടെ നമ്മൾ ഒരുപാട് ചാരിറ്റീസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആര് സഹായിച്ചാലും അത് കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പേരും നിങ്ങൾ സഹായിച്ച് എത്രയാണെന്ന് വെച്ചാൽ അതും വിളിച്ചു പറഞ്ഞാണ് ഞാൻ കൊടുക്കാറ് ലൈവിൽ. പക്ഷേ പല സ്ഥലങ്ങളിലും അങ്ങനെ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാരിറ്റികളെല്ലാം വളരെ ഓപ്പൺ ആയിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരാൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആളെ ഞാൻ കാണിക്കാം. അമ്പാടി എടാ അമ്പാടി മൊബൈൽ നോക്കിക്കാം. അമ്പാടിയെ കാണാം. ഇത് കണ്ടോ, ഇതാണ് എന്റെ പ്രശ്നം. ഇത് നോക്ക് അമ്പാടീനെ നോക്കിക്കേ. നോക്ക് ഇങ്ങോട്ട് നോക്ക് വീഴരുത്. ഇതാണ് അമ്പാടി. നീ എന്നെ തല്ലുമല്ലേ, നിന്നെ ശരിയാക്കി തരാം. ഇതാണ് അമ്പാടി. ഒന്ന് ചിരിച്ചേ അമ്പാടി. നോക്കിക്കേ. ഫോണ് എത്ര വയസ്സായി ഇപ്പൊ ഇവന്? 7 വയസ്സായ ഒരു കുട്ടിയാണിത്. അമ്പാടി എന്നാണ് പേര്. നമ്മൾ പരിചയപ്പെട്ട ഒരു വർഷമായല്ലേ. എനിക്ക് അമ്പാടീനെയും ഫാമിലിയെയും അറിയാൻ തുടങ്ങിയിട്ട് ഒന്നും കുഴപ്പമില്ല. ഒരു വർഷമായി എനിക്ക് അമ്പാടി അറിയാൻ തുടങ്ങിയിട്ട്. കണ്ടോ, അമ്പാടി ചെറിയ ആളൊന്നല്ല, ഭയങ്കര വികൃതിയാണ് ഇവൻ. വികൃതി കുട്ടപ്പനാണ് ഇവൻ. വികൃതി രാമനാണ് ഇവൻ അമ്പാടി എന്നായിരുന്നില്ല പേര് വെക്കേണ്ടത്. അതെ, കിടന്നോ ആട്ടിത്തരാം. നീ ഇവിടെ ഇരിക്കേ, അവിടെ ഇരിക്കും, നീ നോക്കണ്ട. ഇതാണ് നമ്മുടെ അമ്പാടി. ഇവന് തലച്ചോറിലൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ അമ്പാടിയെ കാണിച്ചു. പക്ഷേ ആ കുടുംബത്തിന് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്യാനുള്ള ഒരു സാമ്പത്തികമില്ല. ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇനി ഒരു മോനും കൂടി ഉണ്ട്. അപ്പം ഞാനിത് ചെയ്യാൻ കാരണം അമ്പാടിയുടെ അച്ഛനെ ഞാൻ കുറേ നാളായി മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ഞാൻ വന്നപ്പം പറഞ്ഞു, ഒന്ന് വരാൻ പറഞ്ഞു അമ്പാടിയെയും കൂട്ടിയിട്ട്. അങ്ങനെ ഇപ്പം വന്നതാണ്. അപ്പം അമ്പാടിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. ഇവർക്ക് കുറച്ച് പ്രയാസങ്ങൾ അബദ്ധങ്ങളൊക്കെ പറ്റി സത്യത്തിൽ. എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അമ്മ എന്നെ ഇടിക്കാൻ വരുമോ, നീ സ്നേഹം കാണിച്ചെന്നെ കൊല്ലണ്ടടാ. അപ്പോൾ അമ്പാടിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് അമൃത ഹോസ്പിറ്റൽ. അവിടെ ഇരുന്നോ. ഈ അടിക്കാതെ ചേച്ചി, അവിടെ ഇരിക്കും. ഇനി ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോ കേട്ടാ. അമ്മ എന്നെ ആട്ടി തരാടാ. ഓക്കെ അങ്ങനെ ഇരുന്ന് ആടിക്കോ. അപ്പം അമ്പാടിയുടെ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം മഞ്ജരീസിലൂടെ. കാരണം അമ്പാടി ഒരു ഒരു ചെറിയ കുട്ടിയാണ്. അതെ നീ പാവ ശരിയാ. അപ്പം അവരുടെ കുടുംബത്തിന് ആ കുട്ടിയുടെ ചികിത്സയോ കാര്യങ്ങളോ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾക്ക് മഞ്ജരീസിലൂടെ അമ്പാടി ഒന്ന് സഹായിക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ഇടുക. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ തരാം. അമ്പാടിക്ക് ഒരു ചെറിയൊരു തുക നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആരാരാണ് സഹായിക്കുന്നത് എന്നുള്ളത് ലൈവിൽ വായിച്ചിട്ടേ ഞാൻ കൊടുക്കൂ. കാരണം എനിക്കത് വളരെ നിർബന്ധമാണ്. പലരും പറയും മാതാജി ഞങ്ങളുടെ പേര് പറയണ്ട. പക്ഷെ അതല്ല, എനിക്ക് ആരൊക്കെ സഹായിച്ചു എന്നുള്ളത് പേര് പറഞ്ഞ് അവരെ കൈകളിൽ എത്തിക്കണം. അതുകൊണ്ട് അമ്പാടി ഒന്ന് പരിചയപ്പെടാം നമുക്ക്. അമ്പാടി ഒരു ഹായ് പറഞ്ഞേ, ഹായ് എന്ന് പറയും. ഇങ്ങോട്ട് നോക്ക്, ചിരിക്കടോ. നിങ്ങൾ എന്ത് മനുഷ്യനാടോ, ചിരിക്കടോ. ഇതാണ് അമ്പാടി. അമ്പാടിയേ അസാധ്യ കുറുമ്പന, നടക്കൊന്നുമില്ല അളിയൻ. ഇടയ്ക്കിടയ്ക്ക് അവന് ഫിക്സ് വരും. അവന് സർജറി പറഞ്ഞിട്ടുണ്ടല്ലേ, ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു വർഷമായിട്ട് ഇവനെ കൈവിടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വാടാ, അവിടെ നിന്നോടാ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. ഇവിടെ ഇരിക്കണം, നീ നോക്കടാ ഇങ്ങോട്ട് നോക്കാൻ. ഭയങ്കര വികൃതിയാണ്, ഒരു രക്ഷയില്ല. അടങ്ങിയിരിക്കില്ല അവനിങ്ങനെ കളിച്ചോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അമ്പാടി ഒന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്താലോ. ഒന്നുകൊണ്ട് വെക്കാം അമ്പാടി, ഇങ്ങോട്ട് വെക്കാം. ഇവിടെ നോക്ക്, ഇത് നേരെ നോക്ക്. ഒന്ന് ചിരിക്കാം അമ്പാടി.
ഇപ്പം സമൂഹത്തിൽ ഇങ്ങനെ പാവപ്പെട്ട കുറേ ആൾക്കാരെയൊക്കെ കാണിച്ച് ഒരുപാട് അവരെ ചീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു സംഭവം ബിനിച്ചേട്ടൻ ഇപ്പം എന്നോട് വന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര സങ്കടമായി അത് കേട്ടപ്പം. ഞാൻ ആരാ എന്താണെന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല പറയാൻ, കാരണം അത് പോട്ടെ, അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും എത്തണമെങ്കിൽ അവരെത്തട്ടെ എന്ന് വിചാരിക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അമ്പാടിനെയും കുടുംബത്തിനെയും ഒന്ന് വേണ്ട രീതിയിൽ സഹായിക്കണം, അത് നിർബന്ധമാണ്. ഞാൻ അതിനു വേണ്ടിയാണ് ഈ റിക്വസ്റ്റുമായിട്ട് വന്നത്. ബാക്കി നമുക്ക് അമ്പാടിയുടെ അച്ഛനെ കൊണ്ട് പറയാൻ പറയാം. ഓക്കെ, എന്താ ഉണ്ടായ ചേട്ടാ? ശരിക്കും മോൻ്റെ അസുഖം എന്താ? മോനിപ്പോൾ തലച്ചോറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ്. അതായത് തലച്ചോറിൽ പിന്നെ ബ്ലഡ്, അതായത് ഞരമ്പിൽ നിന്നുള്ള ബ്ലഡ് ബ്ലോക്ക് ആകുന്നതാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊച്ചിന് ഓട്ടീസനുണ്ട്, അതായത് പിസ് വരുന്നുണ്ട്. ഏത് സമയം തലയിട്ട് അടിക്കലും അതുപോലെ തന്നെ വീഴുക, തല തന്നെ ഇരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് ഇതിനുള്ള മരുന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നുള്ളൊരു ഇതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടീഷനിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ മേഡത്തിനെ ഞാൻ ഒരു വർഷമായിട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട്. മേഡത്തിൻ്റെ ഭാഗത്തു നിന്ന് എനിക്കെല്ലാം നല്ല സപ്പോർട്ടും സഹായവും എനിക്കുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരാൻ തിരക്ക് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് മേഡത്തിനെ കാണാനായിട്ട് ഒന്ന് അവസ്ഥ പറയാനായിട്ട് അമ്പാടീനെ കൊണ്ട് വന്നതാണ്. എന്തായാലും ആ നല്ല മനസ്സ് എന്നും ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. കാരണം അത്രയും നല്ല മനസ്സാണ്. കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ വിളിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. പിന്നെ എൻ്റെ മോനിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു പിന്നെ വീടില്ല. ഇപ്പോൾ മോൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് നടക്കുന്നില്ല. ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നൊരു വീടാണ്. പക്ഷേ ഞാൻ വീടിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ മോന് ഒന്ന് കാഴ്ച കിട്ടിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം കാഴ്ച കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. മേഡവും ഞങ്ങളെല്ലാവരും സ്വാമിയും ഒക്കെ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മോന് കാഴ്ച കിട്ടണം. കാരണം നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ എൻ്റെ മോന് ഒരു പെരുവഴിയിലാകരുത്, കാരണം ഒരു അനാഥയാകരുത് എന്നുള്ളൊരിതാണ്. കാരണം എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണം. അപ്പം ഞങ്ങൾ ഉള്ളിൽ തുറന്ന് സംസാരിക്കുകയാണ്. കാരണം ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്നുമല്ല. കാരണം എൻ്റെ മോനിപ്പോൾ 2 പേരുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ 2 പേര് വേണം നോക്കാൻ. കാരണം എവിടെ പോയാലും 2 പേര് വേണം പോകാൻ. ആശുപത്രി പോയാലും വീട്ടിലാണെങ്കിലും ഒരു 10 മണി കഴിയാതെ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റില്ല. കയ്യിൽ നമ്മൾ പിടിച്ച് ഒരാൾ കയ്യിൽ പിടിച്ച് നിന്നില്ലെങ്കിൽ ആൾ കൈ വിട്ട് കഴിഞ്ഞാൽ തലയടിച്ച് വീഴുകയാണ്. അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു പിന്നെ മേഡമായാലും പല പ്രാവശ്യം പിന്നെ വിളിച്ചെങ്കിലും വരാമെന്ന് പറഞ്ഞെങ്കിലും തിരക്ക് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കാണല്ലോ. കാരണം നേരിട്ട് ഞങ്ങൾ പൂണിക്കട സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വാമിജിയായിട്ടും സംസാരിക്കാറുണ്ട്. അങ്ങനെ എല്ലാം നല്ല നല്ല ആ ഒരു മനസ്സുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആ നല്ല പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇപ്പോൾ ഇവിടം വരെ എത്തിയതും നേരത്തെ കാണാൻ പറ്റിയതും ഒക്കെ ഒരു ഭഗവാന്റെ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം എല്ലാവരും എൻ്റെ മോന് വേണ്ടിയിട്ട് നല്ല ഒരു മനസ്സ് തുറക്കണം. കാരണം ഭഗവാനോട് ആ സ്നേഹം കാണിക്കുന്ന പോലെ തന്നെ മോനോട് കാണിക്കണം എൻ്റെ ഒരു അപേക്ഷ. കാരണം എനിക്ക് 3 കുട്ടികളാണ്. മൂത്തയാൾ +2 പഠിക്കുന്നുണ്ട്, രണ്ടാമത്തെ ഇപ്പോൾ അടുത്തുണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. രണ്ടാമത്തെ ആളിപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് മേഡത്തെ ഒന്ന് കാണണം, ഞാനും വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മേഡത്തെ കാണാൻ അവനും എൻ്റെ കൂടെ പോകുന്നു. കാരണം ഇങ്ങനെ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ മേഡത്തിൻ്റെ പ്രാർത്ഥനയും സഹായങ്ങളും ഒരുപാട് നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അതെന്നും നിലനിൽക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞങ്ങൾക്കും. കാരണം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെയുള്ള നല്ല മനസ്സുള്ളവർ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഭഗവാനിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക്. കാരണം എത്ര നന്ദി പറഞ്ഞാലേ കടപ്പാട് തീരില്ല. എന്തായാലും എല്ലാവരും മോന് വേണ്ടി പ്രാർത്ഥിക്കണം. മജ്‌ലിസിൽ എന്നെ ഒരു അംഗമായിട്ട് കാണണം, അമ്പാടിയെ കാണണം. എല്ലാവരും മോന് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്പാടിക്ക് വേണ്ടി. എന്തായാലും ഒരു വീഡിയോസ് ഞങ്ങൾ ഇട്ടായിരുന്നു, ഈ കഴിഞ്ഞ അടുത്ത ദിവസം ഒരു വീഡിയോസ് ഇട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീഡിയോ 2 എണ്ണം പിടിച്ചു. 2 വീഡിയോ പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഈ വീഡിയോ പിടിച്ചുകൊണ്ട് പോയിട്ട് 1.5 മാസം കഴിഞ്ഞാണ്, 1.5 മാസം 2 മാസം അടുത്ത്, അതായത് ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് വോട്ടിൻ്റെ ആ സമയത്ത് 26-ാം തീയതി മുന്നിൽ വീട്ടിൽ വന്നിട്ട് ഒരു വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ആശുപത്രി കിടന്ന ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ ഡീറ്റെയിൽ എല്ലാം വാങ്ങി, പഞ്ചായത്ത് മെമ്പറുടെ നിന്ന് ലെറ്ററും വാങ്ങി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആ വീഡിയോ പറ്റില്ല, ആശുപത്രി കിടന്ന വീഡിയോ ഞാൻ കൊടുത്തു, മോൻ കിടക്കുന്നതും കൊടുത്തു, വീട്ടിൽ ഞങ്ങൾ പറയുന്ന വീഡിയോസും എടുത്തിട്ട് പറഞ്ഞത് പറ്റില്ല, നിങ്ങൾ മാതാമംഗലത്ത് വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾ പിടിക്കാം, അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് മതിയല്ലോ, പിന്നെ എന്തിനാണ് 2ാമത് വീഡിയോ പിടിക്കുന്നത്, അത് പോരാ, അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ കൂട്ടി. അപ്പോൾ 10-70 പേര് വേണമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത്രയൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, എന്നാലേ ആ സഹായം കിട്ടുകയുള്ളൂ. അപ്പം വെളിരാജ്യത്തിലേക്ക് അയച്ചു കൊടുത്താൽ പൈസ കിട്ടും,
വെളിയിലേക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്ഥലത്തേക്ക് ഞങ്ങൾ ഓരോ ദിവസം അയക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു 10-20 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും, അത് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മോഹിപ്പിച്ചു. കാരണം ഞങ്ങൾ ആ 20 ലക്ഷമല്ല മോഹിച്ചത്, ഞങ്ങളുടെ മോന് കാഴ്ച കിട്ടുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പെട്ടോട്ടെ എന്ന് കരുതി ഞങ്ങൾ എന്ത് ചെയ്തു, ഈ വന്നയാൾ വിശ്വസിച്ചു. പക്ഷേ ഈ വന്നയാൾ ഞങ്ങളെ ചതിക്കുമെന്ന് ഇത്രയും പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായില്ല. കാരണം വീഡിയോ മാതാമംഗലത്ത് വെച്ച് പിടിച്ചു, വീഡിയോ വിട്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 26-ാം തീയതി മാതാമംഗലത്ത് വോട്ടിൻ്റെ ആ സമയത്ത് പിടിച്ചിട്ട് വിട്ടത് 1.5 മാസം കഴിഞ്ഞാണ് വിട്ടത്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം ഞാൻ മെമ്പറെ വിളിച്ച് ചോദിച്ചു, മെമ്പറെ എൻ്റെ കൊച്ചിൻ്റെ വീഡിയോ പിടിച്ചുകൊണ്ട് പോയി, 2 വീഡിയോ പിടിച്ചു, ഇവരെന്ത് ചെയ്യുന്നു എന്ത് കാണിക്കുന്നു അറിയില്ല. കാരണം കുട്ടിക്ക് അസുഖം കൂടുതലാണ്. ഞാൻ വീഡിയോ പിടിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മോനെ ചികിത്സിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ദിവസം അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5 ദിവസം പോയിക്കോട്ടെ, 5 ദിവസം കഴിഞ്ഞാലും വീഡിയോ വിടണം. പക്ഷേ അതുവരെ ഞങ്ങൾ വിളിക്കുമ്പോൾ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് അക്കൗണ്ട് ശരിയാക്കണം, ഇത് ശരിയാക്കണം, അങ്ങനെ ഇങ്ങനെ പല ന്യായീകരണങ്ങൾ പറഞ്ഞ് ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് ഇവർ ഈ വീഡിയോ വിടാതെ 1.5 മാസം മിച്ചം ഇവർ ഈ വീഡിയോ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പോൾ കുട്ടിക്കൊരു സഹായത്തിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ വിടുന്നത്. ആ വീഡിയോ ഇവരാ സമയത്ത് ഞങ്ങൾക്കത് ചെയ്തു തന്നില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്കിത് തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ ചതിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഞങ്ങൾ മെമ്പറുടെ വീട്ടിലേക്ക് ഒരു 10 തവണ പോയി. മെമ്പറെ ഇരുന്ന് വിളിച്ച് ചോദിക്കണം, എൻ്റെ കുട്ടിക്ക് അസുഖം കൂടി വരികയാണ്, മരുന്ന് മേടിക്കാൻ നിർവാഹമില്ല, ഹോസ്പിറ്റലിൽ പോകണം. അമൃത ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഞങ്ങൾ പോയ സർട്ടിഫിക്കറ്റ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഞാനിപ്പം വീഡിയോയിൽ കാണിക്കാം. ഇതാണ് അമൃത ഹോസ്പിറ്റലിലെ സർട്ടിഫിക്കറ്റ്. അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയ സർട്ടിഫിക്കറ്റ്. ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ. അതിൻ്റെ സത്യാവസ്ഥയാണ് ഇത്. അവർ ആൾക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഈ കൊച്ചിൻ്റെ ഈ EG എടുത്ത പേപ്പർ കൊടുത്തു. അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇതെല്ലാം ഞങ്ങൾ ആൾക്ക് രേഖപ്പെടുത്തി. പിന്നെ മാതൃഭൂമിയിലെ വാർത്ത ഞാൻ കൊടുത്തു. അതും അവർ മേടിച്ച് എന്നെ എടുത്തു. മാതൃഭൂമിയിലെ വാർത്ത അതും വേണമെന്ന് പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് സാക്ഷി, പഞ്ചായത്ത് മെമ്പറുടെ സാക്ഷി, അതായത് സാക്ഷ്യപത്രം വേറെയാണ്. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ചികിത്സ സഹായമായിട്ട് മെമ്പർ ഇങ്ങനെ ഉണ്ടെന്നുള്ള ഒരു ഇത് ഞങ്ങൾക്ക് തന്നതാണ്. അതുകൂടാതെ ഒരു സാക്ഷ്യപത്രം ഞങ്ങളുടെ മെമ്പറിൽ നിന്ന് എഴുതി മേടിച്ചു. അത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലിപ്പോൾ, കാരണം അത് അവരുടെ കയ്യിലാണ്. ഇത് മെമ്പറുടെയാണ് ലെറ്റർ. പിന്നെ അതുപോലെ തന്നെ ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ലെറ്ററാണ്. ഈ ലെറ്റർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൈവശം ഇവർ മേടിച്ച് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തെന്നറിയില്ല. ഈ വീഡിയോ ഇട്ടിട്ട് ഇവരെന്ത് ചെയ്തു, അതായത് ഞങ്ങളെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ 1 മാസം മിച്ചം 1.5 മാസം കഴിഞ്ഞാണ് ഇവർ ഈ വീഡിയോ ആ മാതാമംഗലത്ത് വെച്ച് ഈ വീഡിയോ ഇവർ പുറത്തോട്ട് വിടുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, 1.5 മാസം കഴിഞ്ഞ് കൊച്ചിന് അസുഖം വരുന്ന കൊച്ചിന് 1.5 മാസം കഴിഞ്ഞ് മരുന്ന് മേടിച്ചാൽ മതിയോ? കൊച്ചിന് അത്രയും കെട്ടിക്ക് സ്റ്റേജ് ആയതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷേ നിങ്ങൾ എന്നാലും ഞങ്ങളോട് ഇത്ര ചതിവ് ചെയ്യില്ലായിരുന്നു. കാരണം ഇതൊരു കൊലച്ചതിയായി പോകുമെന്ന് പറഞ്ഞു. കാരണം ഭഗവാൻ പോലും ഇത് പൊറുക്കൂല അവിടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ കുട്ടിക്ക് മരുന്നിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ സമീപിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്നു. അങ്ങനെയൊക്കെ തന്ന് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വീഡിയോ വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നത്, അതായത് 26-ാം തീയതി ഇലക്ഷൻ്റെ അന്ന് വീഡിയോ വിട്ടിട്ട് 1.5 മാസം കഴിഞ്ഞ് വിട്ടത് ഈ കഴിഞ്ഞ മാസം 6-ാം തീയതിയാണ് വിട്ടത്. 6-ാം തീയതി വിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും എന്നോട് ചോദിക്കുമ്പോൾ എത്ര അക്കൗണ്ടിൽ കയറി, പൈസ എത്ര അക്കൗണ്ടിൽ കയറിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ അക്കൗണ്ടിൽ കയറുമ്പോൾ ഞാൻ ബാങ്കിൽ പോയിട്ട് ഞങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു തരാം, ഞങ്ങൾക്ക് ഒരു കള്ളത്തരവും ഇല്ല, സത്യസന്ധമായ രീതി ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ എപ്പോഴും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് കൊച്ചിൻ്റെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം നോക്കണം. ഞാൻ പുറത്ത് വല്ലതും പോയെങ്കിലും പറ്റുള്ളൂ. എപ്പോഴും എനിക്ക് മൊബൈൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. അപ്പോൾ 10,000 രൂപ ആയെന്ന് എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു 8-ാം തീയതി 6-ാം തീയതി വീഡിയോ വിട്ടു. 8-ാം തീയതി വിളിച്ചു പറഞ്ഞു, മെമ്പറെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ പിടിച്ച ആൾ പറയുകയാണ് എൻ്റെ വീട്ടിലേക്ക് അല്ല മാതാമംഗലത്തേക്ക് ഞാൻ വരുന്നുണ്ട്, അവിടെ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പെട്ടെന്ന് വരുന്നത് ചോദിച്ചു. പറഞ്ഞു അത് അവിടെ ഒരു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് മെമ്പറോട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ 5,000 രൂപ ആൾക്ക് വേണം. അതായത് ആൾ പിടിച്ച എൻ്റെ തൊഴിൽ, അതായത് ചെയ്തതിൻ്റെ തൊഴിൽ, അതായത് ഞാൻ വീഡിയോ പിടിച്ചു. അപ്പോൾ അത് വീഡിയോ പിടിച്ചെന്ന് പറയാൻ കാരണം ആദ്യം പറഞ്ഞു എനിക്ക് ആലപ്പുഴയിൽ നിന്ന് വന്നാണ് ഞങ്ങൾ ഈ വീഡിയോ പിടിക്കണേ, ആലപ്പുഴയിൽ നിന്ന് വന്ന ആളിന് പൈസ കൊടുക്കണം,
അപ്പം ആലപ്പുഴക്കാരനാണ് വന്നത്. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 20,000 രൂപ വേണമെന്ന്, 25,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് 5,000 രൂപ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇത് പൈസ മേടിക്കുന്നത്. അതിന് മുന്നേ എന്നോട് പറഞ്ഞു ഞങ്ങൾ വന്നതിനുള്ള പൈസ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ കാറ് വിളിച്ചാൽ വന്നത്, ഞങ്ങൾക്ക് അതൊരു നഷ്ടമുണ്ട്, ആ നഷ്ടം നിങ്ങൾ പൈസ കിട്ടുമ്പോൾ ആ അക്കൗണ്ടിൽ വരുമ്പോൾ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വാർഡ് മെമ്പർ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ചെയ്യാം, അതിന് കുഴപ്പമില്ല. കാരണം എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർ സഹായിക്കുന്ന പൈസയാണ്, അതെനിക്കെടുത്ത് ആവശ്യമില്ലാതെ എനിക്ക് തൂർത്തടിക്കാൻ പറ്റില്ല. 1 രൂപ ഉള്ളെങ്കിലും അത് മറ്റേ മെമ്പർ അറിഞ്ഞ് വേണം, വാർഡ് മെമ്പർ അറിഞ്ഞ് വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ നാട്ടുകാർ അറിഞ്ഞ് വേണം ചെയ്യാൻ. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും അവിടെ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5,000 രൂപ മേടിച്ചുകൊണ്ട് പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനാണ്, എഡിറ്റ് ചെയ്താലാണ് വാട്സപ്പ് വഴിയെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ പിടിക്കുമ്പോൾ ഇത് ഞങ്ങൾ ഓരോ ദിവസം ഞങ്ങൾ ഖത്തറിലേക്കും ഒമാനിലേക്കും അതുപോലെ തന്നെ ഗൾഫിലേക്കും സൗദിയിലും ഇംഗ്ലണ്ടിലേക്കും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് വിടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ വരുമെന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു വാഗ്ദാനം തന്നത്. പക്ഷേ ഇതുവരെയായിട്ട് അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള പൈസ മരവിടിച്ചാലും 3 പാർട്ടിക്കാർ കൂടിയിരുന്ന് കടയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് ഈ വീഡിയോസ് വിടുന്നത്. 3 പാർട്ടിക്കാരെ വിളിച്ചു ചർച്ച ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, BJP ഉണ്ടായിരുന്നു, CPM ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഈ 3 പാർട്ടിക്കാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്താണ് ഈ വീഡിയോസ് പുറത്തു വിടുന്നത്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത അക്കൗണ്ട് ഭാര്യയുടെ ആയിരുന്നു ആദ്യത്തെ. പക്ഷേ ഈ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ അക്കൗണ്ട് പറ്റില്ല, ഭാര്യയുടെ അക്കൗണ്ട് ഇത് പറ്റില്ല. അത് നമ്മുടെ ചേനിക്കുഴി മറ്റേ സൗജന്യം ബാങ്കിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ട് തന്നെയാണ്. കാരണം ആ ബാങ്ക് നല്ല ബ്രാഞ്ചുള്ള ബാങ്കാണ്. അപ്പോൾ സൗജന്യം ബാങ്കിലെ അക്കൗണ്ട് പറ്റില്ല, നിങ്ങൾ വേറെ അക്കൗണ്ട് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ഒരുപാട് അക്കൗണ്ട് എന്തിനാ എടുക്കണം, ഒരു മനുഷ്യനൊരു അക്കൗണ്ട് പോരും, ഒരുപാട് ഇതിന് അക്കൗണ്ടിൻ്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ടാന്ന് പറഞ്ഞു. അത് പോരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ വേണം, ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈസ ഇടാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നതിന് ഗൂഗിൾ പേ എന്തിനാണ്, അക്കൗണ്ട് നമ്പർ തന്നാൽ പോരെ. അപ്പോൾ അതിൽ അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, ഗൂഗിൾ പേ ഉണ്ടെങ്കിലേ പൈസ കിട്ടുകയുള്ളൂ, അത് ഞങ്ങൾക്ക് വേണം, അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് എന്തായാലും ഗൂഗിൾ പേ നമ്പർ തരുന്നതിൻ്റെ അല്ല, പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ, കാരണം അക്കൗണ്ട് നമ്പർ നമുക്ക് തന്നാൽ മതിയല്ലോ, അതിൽ ആൾക്കാർ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് പോരാ, 3 പാസ്ബുക്ക് വേണമെന്ന് പറഞ്ഞു, 3 അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു. 3 അക്കൗണ്ട് വേണം, അതിൽ ഗൂഗിൾ പേ നമ്പരും പിന്നെ പാസ്വേഡ് ബാങ്കിൽ ചെന്നിട്ട് മേടിച്ചിട്ട് പാസ്വേഡും എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് എടുപ്പിച്ചു. ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്തു. കാരണം മോൻ അത്രയും കെട്ടിക്കസേജ് ആയതുകൊണ്ട് എനിക്കിതിൻ്റെ നിയമവശമൊന്നും അറിയാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും അതിനകത്ത് തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ കുട്ടിയുടെ അന്നത്തെ വിഷമം കണ്ടപ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് എൻ്റെ മോന് ചികിത്സ നടക്കണം, ആ ഒരു വിഷമവും കൊണ്ട് ഞാൻ എല്ലാം ചോദിച്ചെടുത്ത് കൊടുത്തു. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്രയും ചതി എനിക്ക് ചെയ്യുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. കാരണം വന്നിട്ട് എന്ത് ചെയ്തു, ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് വേറൊരു അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറും ഈ വീഡിയോസ് പിടിക്കാൻ വന്ന ആ ആൾ പറഞ്ഞു ഇത് നിങ്ങളൊരു അക്കൗണ്ട് വേറെ എടുക്കണം, ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയും ദിവസം തള്ളി നീക്കി, അവിടെ ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനു വേറെ എടുക്കണേ, ഈ അക്കൗണ്ട് മതിയല്ലോ, അത് പോരാ, അത് ശരിയാവില്ല എന്ന് പഞ്ചായത്ത് മെമ്പറും ഈ പറഞ്ഞ വീഡിയോ പിടിച്ച ആളും പറഞ്ഞു, പാർട്ടിക്കാരും പറഞ്ഞു. അപ്പം വേറെ അക്കൗണ്ട് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ വേറെ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മരവെട്ടിച്ചാൽ പോയി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയി ഞങ്ങൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മെമ്പർ പറഞ്ഞു മെമ്പർ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പം മെമ്പർ പറഞ്ഞു ഞാൻ ഇപ്പോൾ തിരക്കാണ്, നിങ്ങൾ പൊക്കോ, ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയും ഞാനും പോയി അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് അതിൽ മറ്റേ ഈ പാസ്വേഡ്, അതായത് മറ്റേ ഈ QR കോഡ്, പാസ്വേഡ് അല്ല QR കോഡ് എന്ന് പറയുന്നൊരു കോഡുണ്ട്. ആ 3 കോഡ് വേണം 3 ബാങ്കിലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടുള്ളത് ഉള്ള അക്കൗണ്ട് കൊടുത്തിട്ട് പോരാ, 3 അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ QR കോഡ് 3 എണ്ണം വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം എടുപ്പിച്ച് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു. എന്നിട്ട് ഈ മീറ്റിംഗ് നടന്നു കഴിഞ്ഞു, ഒരാഴ്ചയും കഴിഞ്ഞു, 2 ആഴ്ചയും കഴിഞ്ഞു, എന്നിട്ടും വീഡിയോ ഈ അക്കൗണ്ട് കൊടുത്തിട്ടും ഈ സംഗതി വിടുന്നില്ല. അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഞങ്ങളെ ശരിക്കും പറ്റിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് വന്ന ഒരു ചതിവ്, ഇതുപോലെ ഞങ്ങളുടെ ഈ മോന് വന്ന ഒരു ഏറ്റവും വലിയൊരു ചതിവ് ഞങ്ങൾക്ക് വന്നത് വേറെ ഒരു കുട്ടികൾക്കും ഈ ചാരിറ്റി ഈ ചെയ്തയാൾ ഇനി ആർക്കും ചെയ്യാതിരിക്കട്ടെ, ഈ ചതിവിൽ വിട്ടു പോകാതിരിക്കട്ടെ. കാരണം ഈ മഞ്ചരീക്ഷത്തിൽ ഗുരുവായൂരപ്പൻ എന്നെ വിളിച്ച് ക്ഷണിച്ച്, അതായത് ഗുരുവായൂരപ്പൻ എന്നെ ഇവിടെ വരുത്തിച്ചാണ്. കാരണം മേഡത്തെ കാണാനും മേഡത്തിനെ കണ്ട് കാര്യങ്ങൾ പറയാനും. കാരണം എനിക്ക് ഒരുപാടൊന്നും വേണ്ട, മരിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാം എൻ്റെയാണെന്ന് പറയും, പക്ഷേ ഞാൻ വരുമ്പോഴും പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം നന്മയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് നമ്മളെ കഴിയുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മളെ കഴിയുന്ന ഒരു ചെറിയ സഹായം, അതാണ് നമ്മൾ കൂടുതലും ഭഗവാനിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു നന്മയെന്ന് പറയുന്നത് അതാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോനെ അവർ മുതലെടുക്കുക ചെയ്തത്. കാരണം ഞങ്ങൾക്ക് വന്ന ഒരു അനുഭവം വേറെ ഒരു ചെറുപ്പക്കാർക്കും
ഈ സമൂഹത്തിൽ വരരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരും ഇങ്ങനൊരു ഈ ചാരിറ്റി എന്ന് പറയുന്നത് അതിൽ ആലോചിക്കാതെ ഒരു വെട്ടിൽ വീഴരുത്. എൻ്റെ ഒരു താഴ്ന്ന അപേക്ഷയാണ് ഭഗവാനിൽ നിന്നും. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് പറ്റിയത് പറ്റി. ഇനി വേറെ ആരും ഈ ചാരിറ്റി എന്ന് പറഞ്ഞ് എടുത്തു ചാടി എന്ത് പ്രശ്നമുണ്ടെങ്കിലും എടുത്തു ചാടി ഡീറ്റെയിൽ കൊടുക്കരുത്, അക്കൗണ്ട് കൊടുക്കരുത്. ഇതെല്ലാം നമ്മളെ പറ്റിക്കാനാണെന്നുള്ളത് നിങ്ങൾ സമൂഹത്തിൽ എല്ലാവരും അത് മനസ്സിൽ വെക്കണം, മനസ്സിൽ കരുതണം. കാരണം എൻ്റെ അമ്പാടിക്ക് കാഴ്ചയില്ല, സംസാരശേഷിയില്ല, നടക്കുകയല്ല. ഇപ്പം ഞാൻ ഒരു വാടക വീട്ടിലാണ്. എനിക്ക് വാടക പോലും കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു ശരിക്കും പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ മോനിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാന്ന് പറഞ്ഞാലും അത്രമാത്രം ഞങ്ങൾ ഈ മേഡത്തിനെ കണ്ട ആ ഒരു വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ നേരിൽ കാണുന്നത്. ഞങ്ങൾ വാട്സപ്പിൽ വിളിക്കുകയും സംസാരിക്കുകയും ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് സത്യം പറയുകയാണെങ്കിലും മേഡത്തെ കാണണമെന്നൊരു ആഗ്രഹം എൻ്റെ മോനും എനിക്കും. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ വന്നിട്ടുണ്ട്. എന്തായാലും ഗുരുവായൂർ മഞ്ചരീശിൽ വന്നു. എന്തായാലും ആ നന്മ ഒരിക്കലും എൻ്റെ മരണം വരെ ഞാൻ മറക്കില്ല. മേഡത്തോടും സ്വാമിയോടും ആ നന്മയും ആ പുണ്യവും എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഇനിയും ആർക്കും ഈ ചതിവ് പറ്റരുത്. കാരണം ഞങ്ങളുടെ വീഡിയോ വിട്ടിട്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചികിത്സ ചെയ്യുമ്പോൾ ഈ വീഡിയോ വിട്ടപ്പോൾ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ വന്നാണ് പറയുന്നത്. ഞാൻ സത്യം പറയാമല്ലോ, ഈ മേഡത്തിന് മുന്നിൽ വെച്ച് പറയുകയാണ്, എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ അതിന് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന വാക്ക് ഞാൻ സത്യാവസ്ഥ കാണിക്കണമെങ്കിൽ ഞാൻ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് ഈ മേഡത്തിന് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വിശ്വാസമാകും. ഞാൻ ഒരിക്കലും തട്ടിപ്പല്ല, എൻ്റെ മുടിയും താടിയും ഒരിക്കലും അങ്ങനെ എന്നെ ഒരു തട്ടിപ്പുകാരനായിട്ട് കാണരുത്. കാരണം ഒരുപാട് പാട്ടൊക്കെ പാടി ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ വന്ന് തകിലടിച്ച് പാട്ട് കുട്ടിയ ഒരാളാണ്. കാരണം നോക്കി ഈ താടിയും മുടിയും കാണുമ്പോൾ ഓർക്കും ഇതെന്താ പറ്റി. എല്ലാവരും എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ചിലർ എന്നോട് ചോദിക്കുന്നുണ്ട് കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ, ചിലർ അടിക്കുന്നത് എന്നാ വെച്ചാൽ നിങ്ങൾ വല്ല മദ്യം അടിക്കുമോ. ഞാൻ ഒന്നുമല്ല, എൻ്റെ മോൻ്റെ ആ വിഷമം കൊണ്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഭഗവാന്റെ മുന്നിൽ എന്തായാലും ഭഗവാന്റെ മുന്നിൽ ഞാൻ താണ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ മോന് വേണ്ടി തന്നെയല്ല, എൻ്റെ മോനെ പോലെയുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി, ഇങ്ങനെയുള്ള രോഗം ബാധിച്ച എല്ലാ കുട്ടികൾക്കും ആ രോഗം മാറാനും എൻ്റെ കുട്ടികളെ പോലെയുള്ള എൻ്റെ മോനെ പോലെയുള്ള കുട്ടികൾക്ക് ഇനി മറ്റുള്ള കുട്ടികൾക്ക് രോഗം വരാതിരിക്കാനും വേണ്ടിയും പിന്നെ അതുപോലെ ഒരു മാറാരോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടിയും നമ്മുടെ ഈ കൊറോണ സമയത്തും നമ്മൾ ഈ വെള്ളപ്പൊക്ക സമയത്തും ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടായിട്ടാണ് ഞാൻ ഓരോ അമ്പലനടയിൽ പോയി ഞാൻ പാട്ട് കൊട്ടിയത്. തിപ്പറയാർ, കൊടുങ്ങല്ലൂർ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റുമാനൂർ, അതുപോലെ തന്നെ ഗുരുവായൂർ, അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി പാട്ട് കൊട്ടിയാണ് ഞാൻ നടന്ന് എൻ്റെ മോന് ഈ ലോട്ടറി കച്ചവടവും ഉപജീവനമാർഗമായി അത് ചെയ്ത് അതിൻ്റെ കൂടെ ഈ പാട്ടും കുട്ടിയാണ് ഞാൻ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. കാരണം ആ ഒരു നന്മയെ ഞാൻ ചെയ്തോളൂ, തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും എന്തായാലും മഞ്ജരീഷ് എൻ്റെ കൂടെയുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്കിപ്പോൾ മേഡത്തിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും എൻ്റെ മോൻ്റെ അത്രമാത്രം ഒരു സ്വന്തം കൂടപ്പറപ്പിനേക്കാളും കാര്യമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും അത്രമാത്രം ഞങ്ങൾക്ക് എല്ലാ രീതിയിലും എന്ത് ഹെൽപ്പ് ചെയ്തു തരാനും മനസ്സ് തുറന്ന് അത്രയും ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ സങ്കടങ്ങൾ മാറ്റി തരാനും ഒക്കെ ആ ഒരു നല്ല മനസ്സിന് ഞാൻ ഒരുപാട് കടപ്പെട്ടേക്കുന്നു. എന്തായാലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആ ഒരു മന്ത്രം ഞാൻ എന്നും ജപിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് ഗുരുവായൂരപ്പനാണ് നമുക്കുള്ളൂ. ഗുരുവായൂരപ്പന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ആ കൈകൂപ്പുന്നത്, നല്ലതിന് വേണ്ടിയാണ്. ആ നല്ലത് എന്നും ഈ മഞ്ജരീഷത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവർക്കും. എന്തായാലും ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു വർഷം നമ്മൾ പിടിച്ചു നിന്നു അല്ലേ ബിനു ചേട്ടാ? ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇനി എനിക്ക് അമ്പാടിയുടെ സർജറി നടത്തണം. അതിനു വേണ്ടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇനി എനിക്ക് അമ്പാടിയുടെ സർജറി നടത്തണം. അതിനുവേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ചാരിറ്റിയുടെ ഡിഫറൻസ് എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, സുനിലേട്ടന് ഒരു വീൽ ചെയർ വാങ്ങുന്ന ഒരു കാര്യം നമ്മൾ തുടങ്ങിയപ്പം തന്നെ ആരൊക്കെ എത്ര സഹായിച്ചു എന്നുള്ളത് നമ്മുടെ പേജിലും ലൈവിലും പറഞ്ഞ് വായിച്ചിട്ടേ ഞാൻ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ചാരിറ്റിയിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്. ചെല്ലാനം മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ കൊടുത്തപ്പോഴും ആരാരും നമുക്ക് കോൺട്രിബ്യൂഷൻ ചെയ്തു എന്നുള്ളത് കൃത്യമായി വായിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പം അതേപോലെ എനിക്ക് അമ്പാടിയുടെ സർജറി നടത്തണം.
ഒരു വർഷം ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത് മറച്ചു വെച്ച് അങ്ങനെ പിടിച്ചു നിന്നു. ഇനി എനിക്ക് അമ്പാടിയുടെ സർജറി നടത്തണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഹെൽപ്പ് കിട്ടിയേ മതിയാവൂ. ആരൊക്കെയാണോ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് അവരുടെ പേര്, അവരുടെ സ്ഥലം എനിക്ക് തരണം. ഇതേപോലെ ബിനിചേട്ടനെയും ചേച്ചീനെയും അമ്പാടിയും വെച്ച് നമ്മളത് ലൈവിൽ പേര് വായിച്ചു കൊടുക്കും. നിങ്ങൾ ചെയ്യുന്ന എത്ര ചെറിയൊരു സഹായമാണെങ്കിലും അത് ഇന്ന് എനിക്ക് അമ്പാടിയുടെ കാര്യത്തിൽ വലുതാണ്. അത് ആരൊക്കെ തന്നു എന്നുള്ളത് ബിനിചേട്ടൻ അറിയണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. പലരും എന്നോട് പറയും മാതാജി അന്നദാനം കൊടുക്കുമ്പോൾ പേര് വായിക്കേണ്ട. പക്ഷേ എനിക്കിഷ്ടം പേര് വായിച്ച് ഇന്ന ആളാണ് തന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതേപോലെ അമ്പാടിയുടെ ഈ ഒരു എന്താ പറയുക അസുഖത്തിൻ്റെ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നൊരു വർഷം ഞങ്ങൾ പിടിച്ചു നിർത്തി. ഇനി സർജറി ഇല്ലാതെ പറ്റൂല. അപ്പം അമ്പാടീനെ ഇനി എനിക്ക് സഹായിക്കണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് കിട്ടിയേ മതിയാവും. അതുകൊണ്ട് ദയവായി എല്ലാവരും അമ്പാടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യണം. നമുക്ക് എൻ്റെ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോഴേക്കും എനിക്ക് അമ്പാടിക്കും വേണ്ട കാര്യങ്ങൾ അവരെ വീട്ടിലെത്തിക്കണം. അതുപോലെ സുനിലേട്ടൻ്റെ വീൽ ചെയറും എത്തിക്കണം. ആരൊക്കെയാണോ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് അവരുടെ പേര്, അവരുടെ സ്ഥലം എനിക്ക് ടൈപ്പ് ചെയ്തിട്ടിരണം. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ അയക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടും തരണം. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവരുടെ പേരും ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ പേജിലും ഇട്ടിട്ട് മാത്രമേ ലൈവ് ഇട്ട് ഞാനിത് ബിനുചേട്ടന് കൊടുക്കൂ. അപ്പം അമ്പാടീനെ എല്ലാവരും നിങ്ങളെ കൊണ്ട് ആവുന്ന ഒരു രൂപ വെച്ചിട്ടാണേലും സഹായിക്കണം. ഞാൻ ഒന്നും ആവശ്യപ്പെടാറില്ല. ഞാൻ ആകെ അന്നദാനവും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എനിക്ക് അമ്പാടിയും സഞ്ജൂട്ടനും വ്യത്യസ്തനല്ല, രണ്ടുപേരും ഒന്ന് തന്നെയാണ്. പക്ഷെ ഭയങ്കര കുറുമ്പാട്ടോ എന്ത് പറഞ്ഞു ഇതാ നിന്നെ കാണുന്ന അമ്പാടി എല്ലാരും. അയ്യോ ഇത് നോക്കിക്കേ അമ്പാടീനെ എല്ലാരും നോക്കിക്കേ കാണില്ല അവന്. അതെ കേറിയിരിക്കണം. ഇരുന്നോട്ടാ അവിടെ ഇരിക്കും. ഇതാണവൻ. ഇത്രയും സ്നേഹനിധിയായ അമ്പാടിയെ നമുക്ക് കൈവിടാൻ പറ്റൂല അല്ലേ? ഓ അങ്ങ് പിടിച്ചോടാ. ഹരേ കൃഷ്ണ. ഇത് അമ്പാടിയുടെ ചേട്ടന്മാരുടെ പേര് പറഞ്ഞേ. നന്ദു പറഞ്ഞേ. നന്ദു കൃഷ്ണ. ഇനി ഇവൻ സമ്മതിക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഒന്ന് അമ്പാടി എനിക്ക് സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യണേ. ഇനി എനിക്ക് അമ്പാടിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് അമ്പാടിയുടെ അമ്മ. പേര് പറയേച്ചി? എന്റെ പേര് ബിന്ദു. എന്റെ മോനാണ് അമ്പാടി. അതെ, വേറെ ഒന്നും പറയാനില്ല. എനിക്ക് എന്നെ സഹായിക്കണം. അതെ ചെയ്യാം ചേച്ചി, ഒന്നും ടെൻഷൻ അടിക്കേണ്ട. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പനിലും എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലുമാണ്. ആരൊക്കെ എത്ര എമൗണ്ട് തരുന്നു എന്നുള്ളത് കൃത്യമായി ഞാൻ എഴുതി വായിച്ചിട്ട് ഇതുപോലെ ലൈവ് ഇട്ടായിരിക്കും ബിനുചേട്ടന് കൊടുക്കുന്നത്. ആ കുടുംബത്തിനെ എനിക്ക് ഇനി തളർത്താൻ പറ്റില്ല. അവർ വാടക വീട്ടിൽ അത്രയും ഗതികെട്ട അവസ്ഥയിലാണ്. എനിക്ക് ആദ്യം അമ്പാടിയുടെ ട്രീറ്റ്മെൻറ്റ്, അതിനുശേഷം എനിക്ക് അവർക്കൊരു കുഞ്ഞു വീട്, അത് വളരെ നിർബന്ധമാണ്. ഞാനൊരു വീട് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എനിക്ക് അമ്പാടിയുടെ കുടുംബവും മഴയും വെയിലും കൊള്ളാതെ ഒരു കുഞ്ഞു വീടും കൂടെ റെഡിയാക്കി കൊടുക്കണം. ആദ്യം ട്രീറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞിട്ട് അല്ലേ ചേച്ചി? അപ്പം ഒട്ടും വിഷമിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് നിൽക്കും. ആണോ, ടെൻഷൻ അടിക്കണ്ട. ഞാനൊരു വർഷമായിട്ട് ഇങ്ങനെ പിടിച്ച് പോവുമായിരുന്നു. ഇനി എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. അപ്പം മാക്സിമം എനിക്ക് സഹായിക്കണം. ഞാൻ എന്നും പറയാറില്ലേ, ഞാൻ തൃശ്ശൂർ പോകാറുണ്ട്, ഞാൻ ഗുരുവായൂർ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അമ്പാടി എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം എനിക്ക് ഇനി അമ്പാടിനെ സർജറിക്ക് കയറ്റി, സർജറി കഴിഞ്ഞ് ഒരു നല്ല ഒരു ആൺകുട്ടിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരു പ്രയാസങ്ങളില്ലാതെ അവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് ബാത്റൂമിൽ പോകുന്നതെങ്കിലും അവൻ സ്വയം ചെയ്യാൻ പാകത്തിൽ എനിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം കൂടെ നിൽക്കണം. ഓക്കെ, അമ്പാടി ഇങ്ങോട്ട് നോക്കിക്കേ. അമ്പാടിയുടെ ചേട്ടനും എനിക്ക് വേണ്ട. ഞാൻ നിന്നോട് ഇനി മിണ്ടൂല അമ്പാടി. നോക്ക്, ഞാൻ പോവാട്ടോ. അമ്പാടി ഇത് നോക്കിക്കേ, ഇങ്ങോട്ടേക്ക്. ദേ നന്ദു താഴെ ഇടാവനെ, വേണ്ട അവനെ നമുക്ക്. ആഹാ, ഞാൻ പോട്ടെ അമ്പാടി. ദേ പോവാട്ടോ. പാവാണ് അവൻ, നേരെ ഒന്നും നോക്കില്ല. അപ്പം അവന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഹരേ കൃഷ്ണ. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യുക. അതുപോലെ ദൈവത്തോർത്തിട്ടൊരു റിക്വസ്റ്റാണ്, ഇങ്ങനെ എന്താ പറയുക, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവങ്ങളെ ചൂഷണം ചെയ്ത് ആരും ജീവിക്കരുത്. അതെവിടെ എത്തില്ല. ഈ ജന്മം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത ജന്മം കൊണ്ട് ഇതിനേക്കാൾ പത്തറ്റിക് സിറ്റുവേഷനിൽ നമ്മൾ നമ്മുടെ മക്കളെ കണ്ട് നമ്മൾ ദുരിതം അനുഭവിക്കും. അതുകൊണ്ട് ഈ പിഞ്ച് പൈതലിന് എന്താണോ കൊടുക്കണം അത് കൃത്യമായിട്ട് എത്തിക്കണം. അതിനാണ് ഞാൻ മഞ്ജരീസിൽ വന്നിരിക്കുന്നത്, ലൈവ് ഇട്ടത്. എനിക്ക് അമ്പാടിയെ കൈവിടാൻ കഴിയില്ല, വഴിയിൽ കളയാനും പറ്റില്ല. അപ്പം ആരെങ്കിലും അവരെ പേര് പറഞ്ഞ് കാശെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ അവരവരെ സുഖത്തിന് ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോട്ടെ, നമ്മളതിൽ വിഷമിക്കുന്നില്ല അല്ലേ ചേച്ചി? നമുക്കതില്ല. അവരങ്ങനെ ജീവിക്കുന്നവർ അങ്ങനെ ജീവിച്ചു പോട്ടെ, പ്രശ്നമില്ല. പക്ഷേ എനിക്ക് അമ്പാടിയെ ട്രീറ്റ്മെൻറ്റ് നടത്തണം, അതിനെൻ്റെ കൂടെ നിൽക്കണം. അമ്പാടി ഇങ്ങോട്ട് നോക്കിക്കേ. ആ പാട്ട് വെച്ചിരാ മിന്നാമിന്നിയിലെ പാട്ട് വെച്ചിരാ.
അവന് കലാഭവൻ മണിച്ചേട്ടൻ്റെ മിന്നാമിനിങ്ങി എന്നുള്ള പാട്ടാണ് അവൻ്റെ ഫേവറേറ്റ്. കണ്ട് അവൻ്റെ കുസൃതി നോക്കിക്കാൻ നിങ്ങൾ, ചാടി കയറി അവൻ പൊറോട്ട അടിക്കുന്ന പോലെ അടിച്ചോണ്ടിരിക്കുക. മിന്നാമിനിയുടെ പാട്ട് വെച്ചിടാം. അതെ, 2 പേര് വേണം ഇവനെ നോക്കാൻ, എന്നാലേ പിടിച്ചേക്കാൻ പറ്റും. അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്. മിന്നാമിനിയുടെ പാട്ട് വെച്ചിടാം കേട്ടോ. അപ്പൊ അമ്പാടിയെ സഹായിക്കാൻ കൂടെ നിൽക്കില്ലേ? നമ്മൾ ഒരു നേരത്തെ എന്താ പറയുക ഭക്ഷണം മാറ്റി വെച്ചിട്ടാണെങ്കിലും 2 ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ 1 ഡ്രസ്സ് ആക്കിയിട്ടാണെങ്കിലും നമുക്ക് അമ്പാടിയെ രക്ഷിക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്നലെ ഒരു മാതാജി എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം അവരും ഇതുപോലെ ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ അവർക്കുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി അവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് അവർ എൻ്റെ അടുത്ത് പോയത്. ഒന്നും കുഴപ്പമില്ല. അവർ ഇതുപോലെ പാവം വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലാണ്. അവർ ഡിവോഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ എന്താ പറയുക ഹസ്ബൻഡ് വീടൊക്കെ പണയപ്പെടുത്തിയാണ് കാശും കൊണ്ട് പുള്ളി പോയി. എന്നിട്ട് ഈ പാവത്തിന് വീട് ജപ്തി ആവല്ലോ എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു മോളും ഒരു ചെറിയ മോനുമാണ്. അവരൊരു കിഡ്നി എടുത്ത് വിറ്റു. ആ കിഡ്നി വാങ്ങിയവനോ അതും പറ്റിച്ചു. അതാണ് അവരുടെ അവസ്ഥ. ഷെറായിൽ നിന്ന് വന്നാണ് പാവം. എനിക്ക് അവരെയും കൈവിടാൻ പറ്റില്ല. തൽക്കാലം ഞാൻ അവർക്ക് പിടിച്ചു നിൽക്കാനോ എല്ലാം കൊടുത്ത് സഹായിച്ച് നിർത്തിയിട്ടുണ്ട്. എല്ലാം ഒന്നും എനിക്ക് എപ്പോഴും ലൈവ് ഇട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ അവരെ സേഫ് ആക്കിയിട്ടുണ്ട്. അവരിന്ന് രാവിലെയാണ് പോയത്. ഭക്ഷണം 3 ദിവസമായി കഴിച്ചിട്ടെന്ന് പറഞ്ഞു. അവനെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇവിടെ എൻ്റെ അടുത്ത് കിടത്തി ഉറക്കി. രാവിലെയാണ് അവർ പോയത്. അപ്പോൾ അവർക്ക് ഞാനൊരു ജോലിയും ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ വന്ന് ആ മാതാജി ജോയിൻ ചെയ്യും. ആ 2 മക്കളെ പോറ്റും. അങ്ങനെ മഞ്ജരീസിലൂടെ നിരവധി ചാരിറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ദൈവത്തോർത്തിട്ട് ഇങ്ങനെയുള്ള പാവങ്ങളെ കാണിച്ചിട്ട് ഒരാളും 10 രൂപ വാങ്ങിച്ചിട്ട് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റി ജീവിക്കരുത്. അതിന് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാന്റെ മുമ്പിൽ ഉത്തരം പറയണം. അതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്പാടിക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത് എത്രയും പെട്ടെന്ന്. ഞാനിനി ഒരാഴ്ചയും കൂടി മാക്സിമം പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എനിക്ക് അടുത്ത ലൈവ് അമ്പാടിക്കുള്ള ധനസഹായവുമായി ഞാൻ എത്തുന്നതായിരിക്കണം. അതിന് എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. ഓക്കെ, ഹരേ കൃഷ്ണ. അമ്പാടി ബായ് പറഞ്ഞേ. ബായ് പറ, ബായ് പറ, ബായ് പറ. അവനതിനൊന്നും പറ്റില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് മഞ്ജരീസിലേക്ക് മാക്സിമം നിങ്ങൾ എന്താ പറയുക ആരൊക്കെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതെനിക്ക് ഒന്ന് മെസ്സേജ് ഇട്ട് തരാം. ഞാൻ മെസ്സേജ് നോക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ആരായിരുന്നു ആ പേപ്പർ എന്ത് എഴുതി വെച്ച് സുനിലേട്ടൻ വേണ്ട സുനിലേട്ടൻ്റെ വീൽ ചെയറിനുള്ളത് ഒത്തിരി പേര് തന്നു. ഞാൻ പേര് വായിക്കാം. ഈ ലൈവ് അതിനും കൂടെ ആവട്ടെ. നിങ്ങൾ ആരൊക്കെ ഇനി ഒന്നും കൂടെ ഉണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനിവിടെ വായിച്ചിട്ട് കൊടുക്കാറുള്ള ആർക്കായാലും. അതിന് വേണ്ടിയാണ് ഈ 3 പേപ്പേഴ്സും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ആരൊക്കെ എത്ര സഹായിച്ചു എന്നുള്ളത്. ഇത് നമ്മുടെ വീൽ ചെയർ കൊടുക്കുന്ന ദിവസവും ഞാൻ വായിക്കും, ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ എന്നെ അമ്പാടിയുടെ വീൽ ചെയറിൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് മനോജ് പുത്തൻവേലിക്കര 500 രൂപ, രാധാമണി 250, ആശ 500, ബീന 1000, ബിന്ദുജ ഇന്ദുജ 1200, 500, ഗീതു കരുനാഗപ്പള്ളി 1200, അരവിന്ദ് 500, സൈന ജയറാം 500, രതീഷ് 500, രവി 1000, അജിത് കുമാർ 250, ദീപ ചന്ദ്രൻ 250, അജിത് കുമാർ 500 ആണേ, കോമളവല്ലി 500, ത്രിവേണി വിജയകുമാർ 500, പ്രത്യുഷ് 500, ആർദ്ര സതീഷ് 1000, ഹരികൃഷ്ണൻ 250, സത്യഭാമ മുംബൈ 250, ശോഭനകുമാരി 50, മിനി പുനലൂർ 250, ബിന്ദു 500, ആദർശ് 250, ദീപ 1000, ജയാമ 500, രവി AN 201, സജിത സജീവ് 1000, ശോഭ KS 500, സൗമ്യ 250, സരിത 250, ആശ വിനോദ് 300, പിന്നെ ഉഷ സുരേഷ് 250, മുരുകൻ 1000, ലാലി ശ്രീനിവാസൻ 500, അഞ്ചൽ 200, ശ്രീകല പ്രകാശ് നായർ 500, ശാലിനി മനീഷ് 500, TN വിജയൻ 500, ബീന 250, പുഷ്പലത 500, ദക്ഷ KS 500, മോഹൻദാസ് 250, ശ്രീവിദ്യ 250, അനിൽ 500, ഇന്ദു ദിവ്യ 1500, സുരേഷ് 100, അപർണ 1000, ശ്രീകല പ്രകാശ് നായർ 500, അബിത വിഷൻ 250, ജലജ വിനോദ് 500, അമൽ 1000, രാജു 1000, സുനിത 1000, സരിത അരുൺ 1000, ബിജു കൊല്ലം 1000, ബേബി 250. പിന്നെ ഒരു നമ്പറാണ്, എനിക്ക് അവരുടെ പേര് കിട്ടിയിട്ടില്ല, അവർ 500 അയച്ചിട്ടുണ്ട്. അജിമോൾ 500, ചന്ദ്രകാന്ത് ചെമ്മരുത്തി 250. ഇത്രയും പേരാണ് എനിക്ക് വീൽ ചെയറിന് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയും ആരെങ്കിലുടെയൊക്കെ മെസ്സേജ് ഉണ്ടോ എടുത്ത് കൊടുക്കുന്ന ദിവസം മുമ്പേ ആരെത്ര പൈസ തന്നു എന്നുള്ളത് ഞാൻ ലൈവിൽ അനൗൺസ് ചെയ്ത് നമ്മുടെ പേജിൽ പോസ്റ്റ് ചെയ്ത് ഗ്രൂപ്പിലും തന്നവരുടെ പേരൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് സുനിലേട്ടൻ്റെ അടുത്ത് ചെന്ന് വീൽ ചെയർ വാങ്ങുമ്പോഴും ഇത് വിളിച്ച് പറഞ്ഞാൽ കൊടുക്കുക. നമ്മുടെ ചാരിറ്റി എല്ലാം ഇങ്ങനെയാണ്. ഇനി അമ്പാടിക്ക് ആരൊക്കെ സഹായിക്കുന്നു എന്നുള്ളതും പ്രത്യേകം എഴുതാം, അമ്പാടിയുടെ സഹായനിധിയിലേക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എനിക്ക്
സോറി ലൈവ് ഒന്ന് കട്ടായതാണ്, നെറ്റ്വർക്ക് പോയി. അപ്പം അതുപോലെ അമ്പാടിക്കുള്ളതും ഞാൻ വായിച്ചിട്ടാണ് കൊടുക്കുക. നമ്മുടെ മഞ്ജരീസ് അങ്ങനെയാണ്, അന്നദാനവും എല്ലാം ഓപ്പണാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അമ്പാടിയുടെ സഹായത്തിലേക്ക്, ഓപ്പറേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം, എൻ്റെ അടുത്ത ടാർഗറ്റാണ്. അതിലേക്ക് മാക്സിമം സഹായിക്കണം, ആ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. ഓക്കെ, ഇനി അവരെവിടെയും വഞ്ചിക്കപ്പെടാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും അമ്പാടിയെ സഹായിക്കാൻ എനിക്കൊപ്പം പോകാനിരിക്കുകയാണല്ലേ. നാളെ അമ്പാടി ഹോസ്പിറ്റലിൽ പോകാനിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുറഞ്ഞ എമൗണ്ട് ആയാലും ഞാൻ നേരെ നാളെ എത്ര മണിക്കാണ് പോവാം? 7:30 ഓഹോ ആണല്ലേ. തിരിച്ചു വരും. അപ്പോൾ അമ്പാടിക്കുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്.